God, hallelujah. God, hallelujah. നമുക്കൊരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയോടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ ദൈവശബ്ദത്തിനായി നമ്മളെ സമർപ്പിക്കാം. Thank you, Jesus. Thank you, Jesus. ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. We thank you, precious Holy Spirit of the Lord. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. We thank you, Jesus. Thank you, Jesus. എല്ലാവരും കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി ദൈവത്തിനെ പരിശുദ്ധാത്മാവിനെ യേശു നന്ദി പറയുന്നു. നന്ദി പറയുന്നു. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവിനെ അങ്ങേ ഞാൻ ആരാധിക്കും. എന്നാഥനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആ കിരുക്കരങ്ങളും ഉയർത്തി ആദരം തുറന്ന് ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആദ്യനും നീയേ, അന്ത്യനും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവിനെ അങ്ങേ ഞാൻ ആരാധിക്കും. എന്നാഥനെ അങ്ങേ ഞാൻ ആരാധിക്കും. കർത്താവിനെ ആരാധിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടി ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, ഹോശന്നാ, ഹല്ലേലൂയ, ഹോശന്നാ. Jesus, Jesus, Jesus. ഹല്ലേലൂയ, ഹോശന്നാ. കർത്താവിന്റെ മഹത്വം ഇന്ന് രാത്രി ഹല്ലേലൂയ, ഹോശന്നാ. ദൈവത്തിന്റെ ശക്തിയുടെ നാമത്തിന് വഴിമാറട്ടെ. ഹല്ലേലൂയ, ഹോശന്നാ. എല്ലാ ദുരാത്മ സ്വാധീനങ്ങളും യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി ഉടഞ്ഞു മാറട്ടെ. പരിശുദ്ധാത്മ സാന്നിധ്യം ഹല്ലേലൂയ, രാത്രി ഗ്രൗണ്ടിൽ വെളിപ്പെടുവാൻ ഹോശന്നാ. in the mighty name of Jesus. Hallelujah. Rakosa
അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ആത്മസൗഖ്യപ്പെടുന്നവരുടെ എല്ലാ ഇരുളുകളും മാറി എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ചു അഭിഷേകം പ്രാപിച്ചവരെല്ലാവരും ദൈവശക്തിക്ക് അറിയുന്നവരെല്ലാവരും Please pray thanks. Sharman Hanka Manajara Daraga Janadara. Sharda Vaisha Mara Hele Kele. Sabra Kala Tera Kala Mana Kala. The name of Jesus. Sofra Hamas. Jesus. Feel the glory, feel the glory, feel the glory. Hallelujah. Glory, glory, glory. Jesus. Hallelujah. ഞാനെന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് വാഗ്ദത്തം നൽകിയ സ്വർഗീയ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളെ ഇന്ന് രാത്രി ഈ മൈതാനത്തിൽ പ്രസംഗിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ അവിടുത്തെ വചനത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഉറപ്പിക്കുന്നതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി കരേറ്റുകയാണ്. എല്ലാ പൈശാചിക പദ്ധതികളെയും ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഉടച്ചു കളയുകയാണ്. എല്ലാ അശുദ്ധാത്മാക്കളെയും, എല്ലാ അൺക്ലീൻ സ്പിരിറ്റിനെയും ഇന്ന് രാത്രിയിൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ചു വിലകുകയാണ്. ആത്മസാന്നിധ്യം ഇവിടെ വെളിപ്പെടണേ. പ്രവചന ശബ്ദങ്ങളായി ഇന്ന് രാത്രിയിൽ ദൈവവചനം ഒരു മഴ പോലെ പെയ്തിറങ്ങട്ടെ. അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. Jesus name I pray, Lord. കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. കൈയടിക്കുന്നെങ്കിൽ ആത്മനിറവിൽ പരിശുദ്ധാത്മ ശക്തിയോടെ ചില മിനിറ്റുകൾ Thank you Jesus, thank you Jesus, thank you Jesus. Zakere manausha sele yarabos. Thank you Lord, thank you Lord. പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കിരിക്കാം. ഏറ്റവും അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഏറ്റവും അനുഗ്രഹീതരും ആദരണീയരും വളരെ ബഹുമാന്യരുമായ പ്രിയ കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദേവസ്വചേട്ടനും ഉണ്ട്. താങ്ക് യു, താങ്ക് യു. ഭാരതപ്പുഴ കൺവെൻഷൻ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവ് ഈ പാലക്കാട് ജില്ലയെ വളരെ സ്നേഹിക്കുന്നു. വളരെ ദൂരം യാത്ര ചെയ്താണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞാനും കടന്നു വന്നിരിക്കുന്നത്. ഒത്തിരി പരിചയമുള്ളവർ, ഒത്തിരി സ്നേഹിക്കുന്നവർ, ഒത്തിരി പ്രാർത്ഥിക്കുന്നവർ ഈ ദേശത്തിലുണ്ട്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാത്രിയിൽ ഈ ശബ്ദ പരിമിതിക്കുള്ളിൽ ദൈവജനം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്ക്, പ്രാവചനികമായ ഈ ദേശത്തോടുള്ള ബന്ധത്തിലും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജനത്തോടുള്ള ബന്ധത്തിലുമൊക്കെ കർത്താവിന് സംസാരിക്കുവാൻ, ദൈവത്തിന് ഇടപെടുവാൻ, ദൈവ പദ്ധതികൾ പാലക്കാട് വെളിപ്പെടുവാൻ ദൈവം നൽകിയ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം
6-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. 2 പദങ്ങളാണ്, 2 വാക്കുകളാണ്, 2 ദൈവശബ്ദങ്ങളാണ് ഈ ദേശത്തോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ദൈവത്തിന് അറിയിക്കുവാനുള്ളത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പറയുന്നു, യേശു വഴിയാകുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു, യേശു വാതിൽ ആകുന്നു. എല്ലാവർക്കും ഒന്ന് ചേർന്ന് പറയാൻ കഴിയോ? യേശു വഴിയാകുന്നു, യേശു വാതിൽ ആകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. നമ്മൾ പോയ വഴികളല്ല നമുക്കിനി പോകാനുള്ള വഴികൾ. ഇപ്പോൾ പോകുന്ന വഴിയല്ല നിങ്ങളിൽ പലരും ഇനി പോകേണ്ട വഴികൾ. നമ്മൾ പിന്നിട്ട വഴികളെക്കാൾ അധികം ദൂരം ഇനിയും കർത്താവിന്റെ നിയോഗത്താൽ സഞ്ചരിക്കുവാനുണ്ട്. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയാകുന്നു. എന്താ വഴിയുടെ പ്രത്യേകത? ഈ വേദപുസ്തകത്തിനകത്ത് വഴി എന്ന വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ജ്ഞാനിയിൽ ജ്ഞാനിയായ സോളമൻ രാജാവ് ശലോമോൻ സദൃശവാക്യങ്ങൾ 14:12 പറയുന്നുണ്ട്, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ തന്നെ. നമുക്ക് ചൊവ്വായി തോന്നുന്ന വഴികളെല്ലാം നല്ല വഴികളാകണം എന്നില്ല. നാം തിരഞ്ഞെടുത്ത വഴികളെല്ലാം ശരിയാകണം എന്നും ഇല്ല. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ തന്നെ. അതുകൊണ്ട് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ ഗൗരവത്തോടുകൂടെ ഈ വിഷയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 27-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ തിരുവെഴുത്തിൽ ഈ ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ദൈവമേ, നിന്റെ വഴി എന്നെ കാണിക്കണം, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണം. 27-ാമത്തെ സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടത് 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിലാണ്. ദൈവം വഴി ചോദിച്ച മനുഷ്യനോട് മറുപടി പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്ന് രാത്രിയിൽ ദൈവമേ, നിന്റെ വഴി എന്നെ കാണിക്കണേ, എന്റെ ശത്രുക്കൾ നിമിത്തം എന്നെ നേരെയുള്ള പാതയിൽ തന്നെ നടത്തണേ. എനിക്ക് എന്റെ വഴിയിൽ പോകണ്ട, എനിക്ക് നിന്റെ വഴിയിൽ നടന്നാൽ മതി എന്ന് ഒരു വ്യക്തിയെങ്കിലും പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ സർവശക്തനാകുന്ന ദൈവം ഇന്ന് രാത്രിയിൽ താങ്കളോട് പറയുന്നു, എന്റെ 2 കണ്ണുകളും നിന്റെ മേളിൽ വെച്ച്, എന്റെ ദൃഷ്ടി നിന്റെ മേളിൽ വെച്ച്,
നിന്നെ ഉപദേശിച്ച് ഞാൻ നിനക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. നിനക്ക് ഞാൻ ആലോചന പറഞ്ഞു തരും. ഇത് തിരിച്ചറിഞ്ഞ ആ ഭക്തൻ പൊതുവായി ദാവീദ് തന്നെ 37-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ നീ ആശ്രയിക്ക, അവൻ അതിനെ നിർവഹിക്കും. ദൈവത്തോട് വഴി ചോദിച്ചാൽ ദൈവം വഴി കാണിച്ചു തരുമെന്നും, ദൈവത്തോട് ഉപദേശം ചോദിച്ചാൽ ദൈവം ഉപദേശിക്കുമെന്നും, ദൈവത്തോട് ആലോചന ചോദിച്ചാൽ ദൈവം ആലോചന പറഞ്ഞു തരുമെന്നും തിരിച്ചറിഞ്ഞ മനുഷ്യൻ പൊതുവായി വിളിച്ചു പറയുന്നു, നിന്റെ വഴി നീ യഹോവയിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്ക്, നീ അവനിൽ തന്നെ അങ്ങ് ആശ്രയിക്ക്, അവൻ അതിനെ നിർവഹിച്ചു തരും. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ആസാഫ് എന്ന് പറയുന്ന മനുഷ്യൻ താൻ ദൈവത്തിന്റെ സന്നിധിയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത 81-ാം സങ്കീർത്തനത്തിന്റെ 13 മുതലുള്ള തിരുവെഴുത്തുകളിൽ ആസാഫ് ദൈവത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ ആസാഫ് ജനത്തോട് പറയുകയാണ്, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴിയിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതൊരു ദൈവശബ്ദമാണ്. ഇത് പാലക്കാടോടുള്ള ദൈവശബ്ദമാണ്. ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോടുള്ള ദൈവശബ്ദമാണ്. സർവശക്തനാകുന്ന ദൈവം നമ്മെ അറിയിക്കുന്ന സത്യം ഇതാണ്, അയ്യോ എന്റെ ജനം എന്റെ വഴിയിൽ നടക്കുകയും അവരെന്റെ വാക്കു കേൾക്കുകയും ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്താണ് ആ വഴിയിലേക്ക് തിരിഞ്ഞാലുള്ള സവിശേഷത? 14-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ അവർക്ക് കീഴടക്കുമായിരുന്നു, അവരുടെ വൈരിയുടെ നേരെ എന്റെ കൈ തിരിയുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, അവരുടെ ശുഭകാലം എന്നേക്ക് നിലനിൽക്കുമായിരുന്നു. മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു, പാറയിൽ നിന്നൊഴുകുന്ന തേൻ കൊണ്ട് ഞാൻ അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ആർക്കാണ് പാറയിൽ നിന്നൊഴുകുന്ന തേൻ കൊണ്ടവൻ തൃപ്തി വരുത്തുന്നത്? ആരെയാണ് മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവൻ പോഷിപ്പിക്കുന്നത്? ആരുടെ വൈരികൾക്കെതിരെയാണ് അവന്റെ കരം തിരിയുന്നത്? ആരുടെ ശുഭകാലമാണ് നിലനിൽക്കുന്നത്? എന്റെ വഴിയിൽ നടക്കുകയും എന്റെ വാക്ക് കേൾക്കുകയും ചെയ്യുന്നവർ. എന്റെ വഴിയിൽ നടക്കുകയും എന്റെ വാക്ക് കേൾക്കുകയും ചെയ്യുന്നവർ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വഴികളിൽ നടന്നത് നിങ്ങൾ അവസാനിപ്പിക്കുകയും പാപത്തിന്റെ വഴികളെ നിങ്ങൾ വിടുകയും ദൈവത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ തിരിയുകയും ചെയ്താൽ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങളെ കാത്തിരിക്കുന്നു. തിരുവെഴുത്ത് വ്യക്തമായി നിങ്ങളെ അറിയിക്കുന്ന സത്യമാണത്. അവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് വളരെ ശാന്തമായി ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് പൊട്ടട്ടെ എന്നും അഴിയട്ടെ എന്നും ഒക്കെ പറയാം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പലരെ കുറിച്ചും പ്രവചിക്കണമെന്നുണ്ട്, ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഇതെല്ലാം ചെയ്യാം, ഇതൊക്കെ ഇന്ന് നടക്കും, ഇതെല്ലാം കർത്താവ് നമ്മുടെ മധ്യയിൽ ചെയ്യും. പക്ഷേ തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കാതെ പോകരുത്, തിരുവെഴുത്തുകളെ ഗമനിക്കാതെ പോകരുത്. മേൽത്തരമായ ഗോതമ്പുണ്ടാകാൻ ആ പാട്ടൊന്നുകൂടെ പാടാനല്ല കർത്താവ് പറഞ്ഞത്. ശുഭകാലം നിലനിൽക്കാൻ ഇപ്പൊ ചാടുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഹൈറ്റിൽ ചാടാനല്ല കർത്താവ് പറഞ്ഞത്. നിന്റെ ജീവിതത്തിന്റെ നന്മകൾ നിലനിൽക്കുവാൻ, നിന്റെ വൈരിയുടെ നേരെ ദൈവത്തിന്റെ കരം തിരിയുവാൻ, നിന്റെ ശുഭകാലം നിലനിൽക്കുവാൻ, മേൽത്തരമായ ഗോതമ്പ് നിനക്കുണ്ടാകുവാൻ, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് എനിക്ക് നിന്നെ പോഷിപ്പിക്കുവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. നീ എന്റെ വഴിയിലേക്ക് തിരിയുക, നീ എന്റെ ശബ്ദത്തെ കേൾക്കുക. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, അത് വിശ്വസിക്കുന്നവർ കൈകളെ തട്ടി കർത്താവിന് ഇന്ന് രാത്രിയിൽ നന്ദി പറയാം. In the name of Jesus. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവാചകനായ യെശയ്യാവ് 48-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിക്കുവാൻ ഞാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ്. ആ വാക്യം എടുത്തവർ മൈക്കിലൂടെ ഒന്ന് ഉറച്ചു വായിച്ച് കേൾപ്പിക്കുമെങ്കിൽ
അത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു തിരുവെഴുത്താണ്. യെശയ്യാവിന്റെ പ്രവചനം 48 അധ്യായം 17 വാക്യം. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന. ശുഭകരമായി പ്രവർത്തിക്കാൻ. ഓഫീസിൽ പ്രവർത്തിക്കുന്നവർ, ചർച്ചിൽ പ്രവർത്തിക്കുന്നവർ, കിടക്കുന്നവരല്ലല്ലോ നിങ്ങൾ ആര്. പ്രവർത്തിക്കുന്നവർ കൈയൊന്ന് ഉയർത്തി കാണിച്ച്. എവിടെയെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ, ചർച്ചിലോ ഓഫീസിലോ അടുക്കളയിലോ എവിടെയെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ, കഴിക്കാൻ മാത്രം കട്ടിലേന്ന് എഴുന്നേറ്റ് വരുന്നവരല്ല, എവിടെയെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നവരെന്ന് കൈ ഉയർത്തി കാണിച്ച്. അവരാ വാക്യം ഒന്ന് കേട്ടെ. ശുഭകരമായി പ്രവർത്തിക്കുവാൻ. വാക്യം എന്റെ കൂടെ നിന്നിരും ഒരു 40 വാക്യം വായിക്കാൻ കൊണ്ട് വായിക്കുന്നവർ അത് എന്റെ കൂടെ നിന്നില്ലെങ്കിൽ ശരിയാതില്ല. സ്തോത്രം. യെശയ്യാ പ്രവചനം 48:17. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും ശുഭകരമായി പ്രവർത്തിക്കുവാൻ നിന്നെ ട്രെയിൻ ചെയ്യുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നീ പോകേണ്ടുന്ന വഴി. അപ്പോ പോകേണ്ടുന്ന വഴിയുണ്ട്, പോകരുതാത്ത വഴിയുണ്ട്. അടുത്തിരിക്കുന്ന പറയാമോ? പോകേണ്ടുന്ന വഴിയുണ്ട്, പോകരുതാത്ത വഴിയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, നിന്റെ വഴി എന്നെ കാണിക്കണേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണേ. ബൈബിളിനകത്ത് ദൈവം എടുക്കാൻ പറഞ്ഞ വഴിയുണ്ട്, എടുക്കരുത് എന്ന് പറഞ്ഞ വഴിയുണ്ട്. ഞാൻ ആദ്യം എടുക്കരുത് എന്ന് പറഞ്ഞ വഴി പറയാം, പിന്നെ എടുക്കാൻ പറഞ്ഞ വഴി പറയാം. യൂദായുടെ ലേഖനത്തിൽ വരുമ്പോ അതിന്റെ 1-ാം അധ്യായം 11-ാം വാക്യം, മറ്റേ അധ്യായമേ ഉള്ളൂ 11-ാം വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അവർക്കയ്യോ കഷ്ടം. ആരാണവർ? ആരാണവർ? ബൈബിൾ പറയുന്നു, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും. കയ്യിന്റെ വഴി ബിലയാമിന്റെ വഴി, കോരഹിന്റെ വഴി. ഈ 3 വഴിയും റോങ് ആണ്. ഈ 3 വഴി എടുക്കരുത്. ഹല്ലേലൂയ. എന്താണ് കയ്യിന്റെ വഴി? ഈ കയ്യിന്റെ വഴിയുടെ പ്രശ്നം കേരളത്തെ സംബന്ധിച്ച് പ്രസംഗിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഒന്ന് വാഗൊണ്ട് പറയാമോ? കയ്യിന്റെ വഴി എടുക്കരുത്. കയ്യിന്റെ വഴി എടുക്കരുത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് കയ്യിന്റെ വഴിയുടെ പ്രശ്നം? കയ്യിന് ഏത് വഴിയാണ് എടുത്തത്? തന്റെ സഹോദരനായ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ അത് ഉൾക്കൊള്ളുവാനുള്ള മനസ്സില്ലാതെ അസൂയമൂണ്ട് തന്റെ സഹോദരനെ തകർക്കാൻ എടുത്ത വഴിയാണ് കയ്യിന്റെ വഴി. അസൂയ കൊണ്ടുള്ള വഞ്ചിക്കുന്ന വഴി. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ പറയാം, നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും അസൂയ ഉണ്ടെങ്കിലും, നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും വിഷമമുണ്ടെങ്കിലും, നിങ്ങളത് കർത്താവിൻ്റെ കൊടുത്ത് നിങ്ങളതിന്റെ പരിഹാരം സ്വീകരിക്കണം. ഒരു കാരണവശാലും നിന്റെ അകത്തെ അസൂയ കൊണ്ട് ആരോടാണോ നിനക്ക് അസൂയുള്ളത് അവനെ തകർക്കാനുള്ള കയ്യിന്റെ വഴി നീ എടുക്കരുത്. നിനക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. അസൂയ ഒരു നല്ല വികാരമാണ്, തെറ്റായ വികാരമല്ല. ദേഷ്യം ഒരു നല്ല വികാരമാണ്, തെറ്റായ വികാരമല്ല. സന്തോഷം ഒരു നല്ല വികാരമാണ്, തെറ്റായ വികാരമല്ല. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന എല്ലാ ഇമോഷൻസും എല്ലാ ഫീലിങ്ങുകളും ഏറ്റവും പവിത്രമാണ്, ഏറ്റവും നല്ലതാണ്. പക്ഷേ
അത് തിന്മയ്ക്കായി ഉപയോഗിക്കരുത്. ഇന്ന് ഈ ഗ്രൗണ്ടിൽ അസൂയയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഇച്ചിരി അസൂയ ഉണ്ടെന്നുള്ളവരെന്ന് കൈ ഉയർത്തി കാണിച്ചേ. അല്ലെങ്കിൽ നിങ്ങൾ നായ്ക്കൾക്ക് വരെ അസൂയുണ്ട്. ആർക്കാണ് അസൂയയില്ലാത്തത്? മൃഗങ്ങൾക്കുണ്ട് അസൂയ. ജനിച്ചു വീഴുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്കുണ്ട്. 2 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിൽ ഒരു മിഠായി ഇരിക്കുന്ന കാണുമ്പോ 4 വയസ്സുള്ള കൊച്ചിന് അസൂയുണ്ട്. അത് തട്ടിപ്പറിക്കാനും ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് മേടിക്കാനും കരയാനും ഒക്കെ ഈ കുട്ടി ശ്രമിക്കുന്നുണ്ട്. കുട്ടികളിൽ വരെ അസൂയുണ്ട്. ഈ അസൂയ എന്ന് പറയുന്നത്, ആ വികാരം ദൈവം മനുഷ്യന് കൊടുത്തത് തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കാണ്. നന്നായി പഠിക്കാൻ, എനിക്കും നന്നാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാൻ, എനിക്കും രക്ഷപ്പെടണമെന്നുള്ള കൊതി ഉണ്ടാകാൻ ഒരാൾ ശുശ്രൂഷിക്കുന്നു. ഈ കർത്തൃദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷിക്കുമ്പോ നമ്മുടെ അകത്ത്, കർത്താവേ, എനിക്ക് അതിനേക്കാൾ ശക്തമായി പ്രയോജനപ്പെടാൻ എന്നെ സഹായിക്കണമേ, ഞാൻ ആ ദൈവമനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന കർത്താവേ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ആ മനുഷ്യനെ നീ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ആ ആഗ്രഹം നിങ്ങളെ ശുശ്രൂഷയിൽ വളർത്തിയെടുക്കും. എന്നാൽ ആ മനുഷ്യൻ ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹം പ്രയോജനപ്പെടുമ്പോ, ഇങ്ങേര് കള്ളനാണ്, ഇങ്ങേര് ദുരുപദേശകനാണ്, ഇങ്ങേര് ശരിയല്ല, അയാളെ എങ്ങനെങ്കിലും പൂട്ടിക്കാൻ വേണ്ടി നീ ഇറങ്ങിത്തിരിക്കുന്ന വഴി കയ്യിന്റെ വഴിയാണ്. ബൈബിൾ പറയുന്നു, കയ്യിന്റെ വഴി എടുക്കരുത്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നിരിക്കുന്ന ഒരു ഇമോഷൻസും ഒരു വികാരങ്ങളും തിന്മയ്ക്കായി ഉപയോഗിക്കരുത്. കോപം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന നല്ലൊരു വികാരമാണ്. യേശു ദേവാലയത്തിൽ വന്നപ്പോൾ യേശുവിന് കോപമുണ്ടായി, നീരസമുണ്ടായി. അവൻ ചാട്ടവാറുകൊണ്ട് അവരെ അടിച്ചു പുറത്താക്കി. എന്നാൽ ആ കോപം ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ല. ദൈവം മനുഷ്യന് കോപം എന്ന വികാരം കൊടുത്തിരിക്കുന്നത് ഭാര്യയെ അടിക്കാനല്ല, മക്കളെ എടുത്തിട്ട് അടിക്കാനല്ല, അമ്മായിയമ്മയെ എടുത്തിട്ട് പൊതിരെ തല്ലാനല്ല, അമ്മായിയമ്മയ്ക്ക് മരുമോളെ അടിക്കാനല്ല. ദൈവം കോപം എന്ന വികാരം നൽകിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കോപം എന്ന വികാരം തിന്മയ്ക്കെതിരെ പോരാടാനാണ്. തിന്മയ്ക്കെതിരെ പോരാടാനാണ്. പഠിക്കാത്ത കുഞ്ഞിനെ വഴക്ക് പറയാനാണ്. ഹല്ലേലൂയ. മക്കളെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും വളർത്താൻ വേണ്ടിയാണ്. നന്മയ്ക്കായിട്ടാണ് കോപം എന്ന വികാരം, തിന്മ ഉണ്ടാക്കുവാനല്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ ഇമോഷൻസും നന്മയ്ക്കാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ ഒന്നാണ് അസൂയ. അതൊരിക്കലും മറ്റുള്ളവരെ തകർക്കാനാകരുത്, മറ്റുള്ളവരെ നശിപ്പിക്കാനാകരുത്. ഒന്നാമതായി പാലക്കാടിനോട് ദൈവത്തിന് പറയാനുള്ളത്, ഒരു ഉണർവുണ്ടാകണമെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി ദേശത്ത് നടക്കണമെങ്കിൽ എല്ലാ സഭകളും ഒന്നിച്ചു നിൽക്കണം. എല്ലാ ദൈവദാസന്മാരും ഒറ്റ മനസ്സോടെ നിൽക്കണം. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് അസൂയ ഉണ്ടായി അവനെ നശിപ്പിക്കുവാനുള്ള കയ്യിന്റെ വഴി എടുക്കരുത്. രണ്ടാമത്തെ വഴി കോരഹിന്റെ വഴിയാണ്. ദൈവം പറയുന്നു, കോരഹിന്റെ വഴി എടുക്കരുത്. എന്താണ് കോരഹിന്റെ വഴി? സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലാണ് മോശയ്ക്കെതിരെ, മോശയുടെ കൂട്ടത്തിനെതിരെ, ഇതാ കോരഹിന്റെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആൾക്കാർ മോശയ്ക്കെതിരെ തിരിയുന്നു. കോരഹും കൂട്ടരും മോശയോട് പറയുന്നു, നീ മാത്രമേ വിശുദ്ധനായുള്ളൂ, നിന്നെ മാത്രമേ ദൈവം വിളിച്ചിട്ടുള്ളൂ, ഞങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തോട് മത്സരിക്കുന്ന കോരഹിന്റെ വഴി. എന്താണ് കോരഹിന് സംഭവിച്ചത്? ആ അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്ന ഒരു അപൂർവ കാര്യം സംഭവിച്ചു. ഭൂമി വായ പിളർന്ന് കോരഹിനെയും കൂട്ടരെയും വിഴുങ്ങിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അധികാരങ്ങളോട് മറുതലിക്കുന്ന വഴി നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾക്ക് മീതെ ദൈവമാക്കിയിരിക്കുന്ന അധികാരികളോട്, ആത്മീയ അധികാരങ്ങളോട് നിങ്ങൾ വിധേയപ്പെടുന്നവരായിരിക്കണം. നിങ്ങൾ സബ്മിസീവ് ആയിരിക്കണം. നിങ്ങളുടെ ഭർത്താവിന് ഭാര്യ വിധേയപ്പെട്ടിരിക്കണം. മക്കൾമാര്, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടിരിക്കണം. ദൈവസഭയെ നയിക്കുന്ന, നിങ്ങളെ നടത്തുന്ന മേലധ്യക്ഷന്മാർക്ക് നിങ്ങൾ വിധേയപ്പെട്ടിരിക്കണം. നിങ്ങൾ രാജ്യങ്ങൾക്കും ഭരണാധികാരികൾക്കും രാജ്യത്തിന്റെ നിയമങ്ങൾക്കും
നിങ്ങൾ വിധേയപ്പെട്ടിരിക്കണം. ആ വിധേയത്വത്തിൽ ഒരു മനോഹരത്വമുണ്ട്. വിധേയപ്പെടാത്ത കോരഹിന്റെ അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, നീ കോരഹിന്റെ വഴി എടുക്കരുത്. മൂന്നാമത് യൂദ പറയുകയാണ്, ബിലെയാമിന്റെ വഴി എടുക്കരുത്. എന്താണ് ബിലെയാമിന്റെ വഴി? 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നു, അവർ നേർവഴി വിട്ടുതെറ്റി ബെരയോന്റെ മകനായ ബിലെയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. അതെ, പണത്തിനു വേണ്ടി, സമ്പത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ, ആരെയും തകർക്കുവാൻ, എന്തും പറയുവാൻ, എന്തും കാണിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന വഴി അപകടത്തിന്റെ വഴിയാണ്. അത് ബിലെയാമിന്റെ വഴിയാണ്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള വഴിയല്ല. ആ വഴികളെ ഇന്ന് രാത്രിയിൽ സ്വർഗം തടയുകയാണ്. യൂദ പറയുന്നു, 3 വഴി എടുക്കരുത്. ഒന്ന്, അസൂയ കൊണ്ട് മറ്റുള്ളവരെ തകർക്കുവാൻ ശ്രമിക്കുന്ന കയ്യിന്റെ വഴി എടുക്കരുത്. 2, അധികാരത്തോട് മത്സരിച്ച് ദൈവിക ശാപത്തിന് പാത്രമാകുന്ന കോരഹിന്റെ വഴി എടുക്കരുത്. 3, പണക്കൊതി അകത്ത് കയറി ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ, പൊതുപ്രവർത്തനമെങ്കിൽ പൊതുപ്രവർത്തനം, എന്ത് വഴികളും സ്വീകരിച്ച് മറ്റുള്ളവരെ തകർക്കാൻ എന്ത് വ്യാജപ്പണിയും കാണിക്കുന്ന ബിലെയാമിന്റെ വഴി എടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ദൈവം പോകരുതെന്ന് പറഞ്ഞ പല വഴികൾ വേദപുസ്തക ചരിത്രത്തിലുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് അസാധാരണമായ ആത്മസാന്നിധ്യം വ്യാപരിക്കുകയും പലരുടെയും മേളിൽ അത് ദൈവശക്തിയായി വെളിപ്പെടുകയും ചെയ്യും. അതിലെ ഒന്നാണ് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. മുമ്പിലത്തെ പോലെ അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. വേദപുസ്തകം പറയുന്നു, ഇസഹാക്ക് ഈജിപ്തിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ യഹോവയാകുന്ന ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷനായി പറയുകയാണ്, ഇസഹാക്കേ, നീ ഈജിപ്തിലേക്ക് പോകരുത്. അങ്ങനെ ഉണ്ടോ പാസ്റ്ററെ? പോകരുതെന്ന് ദൈവം പറയുന്നുണ്ടോ? ഉൽപ്പത്തി 26 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്. നീ മിസ്രയീമിലേക്ക് പോകരുത്. ദൈവം പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. ഈ ദേശത്ത് താമസിക്കാം. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ഇസ്ഹാക്കേ, നീ എന്റെ വഴിയിൽ നിന്നാൽ അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തുണ്ടായി. സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട്, ക്ഷാമം കണ്ടുകൊണ്ട് ഇസഹാക്ക് ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി ഈ ദേശത്ത് നിന്നിട്ട് കാര്യമില്ല, ഈജിപ്തിലേക്ക് പോകാം, അബീമേലെക്കിന്റെ അടുക്കലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത്. സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് തെറ്റായ വഴി എടുക്കരുത്. ഇന്ന് രാത്രിയിൽ വ്യക്തിപരമായി നിങ്ങളുടെ ശുശ്രൂഷകൾക്കെതിരെ അതിശക്തമേറിയ പീഡനങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി എന്ന് വന്നേക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും സംഭവിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷേ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ പെട്ടി പാക്ക് ചെയ്യാതെ, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ, നിങ്ങൾ നിങ്ങളുടേതായ വഴികൾ എടുക്കാതെ, ദൈവികമായ വാഗ്ദത്തത്തിന് വേണ്ടി, ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി, ദൈവം പറഞ്ഞ ഇടത്ത്, ദൈവം പറഞ്ഞ വഴിയിൽ ഇന്ന് രാത്രി നിൽക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് അറിയിക്കുന്നു, നിന്റെ പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങളെ, സത്യങ്ങൾ ഞാൻ നിന്റെ മേൽ നിവർത്തിക്കും. ഇസഹാക്കേ, ഞാൻ നിനക്ക് കുറച്ച് പുതിയ വാഗ്ദത്തങ്ങൾ തരികയല്ല, നിന്റെ മേലിൽ നിൽക്കുന്ന ചില പെൻഡിങ് പ്രോമിസുകളെ, നിറവേറുവാനുള്ള വാഗ്ദത്തങ്ങളെ ഞാൻ നിന്റെ മേൽ നിവർത്തിക്കും. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന പ്രിയ ദൈവമക്കളോട്
പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് ഞാൻ കുറച്ച് വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി നൽകുകയല്ല. ഈ 2023 നിന്നിൽ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിച്ച ചില വാഗ്ദത്തങ്ങൾ ഇനിയും പെൻഡിങ് ആണ്, ഇനിയും നിറവേറാനുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ കരമതിന്റെ മേൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ടു വരികയാണ്. കൈകളടിച്ച് സ്വീകരിച്ചാട്ടെ, ആത്മാവിൽ സ്വീകരിച്ചാട്ടെ. വാഗ്ദത്തമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ഒരു വാഗ്ദത്തമെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തമെങ്കിലും നിന്റെ ജീവിതത്തിൽ നിറവേറാനുണ്ടെങ്കിൽ, ഇസഹാക്കേ, അത് നിന്റെ മേലില്ല, നിന്റെ അപ്പന്റെ മേലുണ്ടെങ്കിൽ, നിന്റെ അമ്മയുടെ മേലുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ നിറവേറാനുണ്ടെങ്കിൽ, നിന്റെ സഭയിൽ നിറവേറാനുണ്ടെങ്കിൽ, ദൈവം നിന്നോട് അറിയിക്കുന്നു, ഞാൻ സത്യം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കുന്ന ദൈവമാണ്. സാഹചര്യങ്ങളല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്, സംഘടനകളല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്, വ്യക്തികളല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്, നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ക്ഷാമങ്ങളല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. ഞാൻ നിന്നോട് അറിയിച്ച എന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ നിൽക്കുന്ന കാലത്തോളം ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഞാൻ നിവർത്തിക്കുന്ന ദൈവമാണ്. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അവൻ ഗ്രഹിച്ചിട്ടും, തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചത് താൻ അറിഞ്ഞിട്ടും, അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അവൻ ഉറച്ചു. അതവന് നീതിയായി കണക്കിട്ടു, അതവന് നീതിയായി കണക്കിട്ടു. സാഹചര്യത്തെ കണ്ടുകൊണ്ട് ഇസഹാക്ക് തന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുവാൻ ആ റൂട്ട് എടുക്കുകയാണ്. നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഇന്ന് രാത്രിയിൽ വഴിയാകുന്ന ദൈവം എന്ന വിഷയം കേൾക്കണം. ദൈവം എടുക്കണമെന്ന് പറഞ്ഞ വഴിയുണ്ട്, എടുക്കരുത് എന്ന് പറഞ്ഞ വഴിയുണ്ട്. ഞാൻ പ്രധാനമായും ഇന്ന് രാത്രി ഈ വിഷയം തൊടുമ്പോൾ എനിക്കറിയാം ചില കുടുംബങ്ങളോടുള്ള ദൈവികമായ ആലോചനയാണിത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അപ്പന്മാരായി അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ, അപ്പന്റെ കാലത്തുണ്ടായ ശ്യാമം മോഹന്റെ കാലത്തും വന്നെന്ന് പറഞ്ഞതുപോലെ അപ്പന്മാരായി അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നീയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ മധ്യേ നീ തകർന്നു പോകുമെന്ന് ചിന്തിക്കരുത്. ഇന്ന് രാത്രിയിൽ നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം നിനക്ക് ഉറപ്പു തരികയാണ്, ഞാൻ നിവർത്തിക്കും, ഞാൻ നിവർത്തിക്കും, ഞാൻ സത്യം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കും. എനിക്കറിയാം ഈ ഗ്രൗണ്ടിൽ വാഗ്ദത്തമുള്ളവരുണ്ട്. അവരാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, അവരാണ് കൈയടിക്കുന്നത്, അവരാണ് ഹല്ലേലൂയ പറയുന്നത്, അവരാണ് ആരാധിക്കുന്നത്. അല്ലാത്തവരോട് ഇന്ന് രാത്രിയിൽ ഈ ഭാഗത്തു നിന്ന് ദൈവത്തിനൊന്നും സംസാരിക്കാനില്ലെന്ന് എനിക്കറിയാം. ആമേൻ. നിന്റെ അപ്പത്തെ വെള്ളത്തിന് മേലെറിയുക. ഏറെ നാൾ കഴിഞ്ഞാലും അത് വരും നിശ്ചയം. സമയം തെറ്റത്തില്ല ബ്രദർ, സമയം തെറ്റത്തില്ല സിസ്റ്റർ. ഇന്ന് രാത്രിയിൽ നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ വിശ്വസിക്കുന്നവർ ആ കൈകളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ആമേൻ. ദർശനത്തിന് ഞാൻ ഒരു അവധി വെച്ചിരിക്കുന്നു, അത് നിന്റെ സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. പ്രവാചകൻ ദൈവത്തോട് പറയുന്ന ഹോവേ, ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണമേ. ഇസഹാക്കിനോട് ദൈവം പറയുന്നു, ഇസഹാക്കേ, നീ ഗെരാറിലേക്കുള്ള വഴി എടുക്കരുത്. അതെത്ര ഗൗരവമായിട്ടാ പറയുന്നതെന്നറിയോ? കാരണം സ്വർഗത്തിൽ ദൈവം ഇസഹാക്കിനോട് പറയുന്നത് അശരീരിയായിട്ടല്ല, ദൂതനെ അയച്ചിട്ടല്ല. ആ വാക്യം പാസ് വായിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചു. യഹോവ അവന് പ്രത്യക്ഷമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ അവന് പ്രത്യക്ഷമായി. അത്ര സീരിയസാ. ദൂതനെ വിട്ടില്ല. അപ്പന്റെ വീട്ടിൽ ഇസഹാക്കേ, നിന്റെ പിതാവായ അബ്രഹാമിന്റെ വീട്ടിൽ അയച്ച ദൂതനെ വിട്ടല്ല ദൈവം അറിയിക്കുന്നത്. ഇത് ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലാണ്. കാരണം നിന്റെ മേലുള്ള വാഗ്ദത്തം നിറവേറണമെങ്കിൽ നീ നിൽക്കേണ്ട സ്ഥലത്ത് നീ നിൽക്കണം. സ്തോത്രം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. നിങ്ങൾക്കറിയാവോ, ജെറുസലേമിൽ നിന്ന് ഒരു കുടുംബം എമ്മൗസിലേക്ക് പോയി. ആരാ ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയത്?
പറഞ്ഞേ. അതിനകത്ത് ഒരാളുടെ പേര് പറഞ്ഞേ, ക്ലയോപ്പാവ്. ക്ലയോപ്പാവിന്റെ കൂടെ ആരാ യാത്ര ചെയ്തത്? ക്ലയോപ്പാവിന്റെ ഭാര്യയായ മറിയ. അത് കുടുംബമാണ്. അതൊന്നും തെളിയിക്കാനോ എടുത്ത് പറയാനോ ഒന്നുള്ള നേരമില്ല. ക്ലയോപ്പാവിന് ഭാര്യ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യം എടുത്ത് വായിച്ചാൽ മതി. ഇപ്പൊ വായിക്കണ്ട, നോട്ട് ചെയ്ത് വെച്ചോ, പിന്നെ വായിച്ചാൽ മതി. ക്ലയോപ്പാവും കുടുംബവും ജെറുസലേമിൽ നിന്ന് അവർ എമ്മൗസിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവർ മെച്ചു വഴിയെടുക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം പറയാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരറിയാതെ അവരോടൊപ്പം, വേദപുസ്തകം പറയുന്നു, ചേർന്ന് നടന്നു. ബൈബിൾ പറയുന്നു ചേർന്ന് നടന്നു. കാരണം ഇവർ രണ്ടുപേരും നിരാശരായിരുന്നു. ക്ലയോപ്പാവ് വാടിയ മുഖത്തോടെ നിൽക്കുന്നത് കണ്ടു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തുന്നു. ആ വാടിയ മുഖത്തോടെ നിൽക്കുന്ന ക്ലയോപ്പാവിനോട് യേശു ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? ക്ലയോപ്പാവ് ഒപ്പം തിരിച്ചു ചോദിക്കുകയാണ്, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അങ്ങ് ജെറുസലേമിൽ മനുഷ്യർക്കും സകലർക്കും കൊള്ളാവുന്ന ഒരുവനുണ്ടായിരുന്നു. എന്റെ ഭാവനയിൽ ഞാൻ ഇനി പറയുകയാണ്, അന്ധന്റെ കണ്ണു തുറക്കുന്നവൻ, ചെകിടന്റെ ചെവിയെ കേൾപ്പിക്കുന്നവൻ, ഊമരെ സംസാരിപ്പിക്കുന്നവൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുന്നവൻ, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. ഞങ്ങളവൻ മശിഹ എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചു. പക്ഷേ ഒരിക്കലും മഹാപുരോഹിതന്മാർ അവനെ പിടിച്ചു ക്രൂശിക്കുമെന്നോ അവൻ മരിക്കുമെന്നോ അവനെ കല്ലറയിൽ അടക്കുമെന്നോ ഞങ്ങൾ സ്വപ്നം പോലും കണ്ടതല്ല. പ്രിയപ്പെട്ടവരെ, ക്ലയോപ്പാവിന്റെ നിരാശയുടെ കാരണം എന്നാണെന്നറിയോ? ജെറുസലേം എന്ന പട്ടണം വിട്ട് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് ആ വഴി എടുക്കാനുള്ള കാര്യം അറിയാവോ? അതിന്റെ കാരണം അവര് പ്രതീക്ഷിച്ചത് പലതും നടന്നില്ല, അവര് പ്രതീക്ഷിക്കാത്തത് പലതും നടന്നു. ഇന്നു രാത്രിയിൽ പ്രാർത്ഥനാ ജീവിതം വിട്ട് പ്രാർത്ഥനയുടെ വഴികളിലല്ലാതെ ഇന്ന് രാത്രി നീ സഞ്ചരിക്കുന്നതിന്റെ കാരണം നീ പ്രതീക്ഷിക്കാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടാണ്. ഇതിനകത്ത് വാടിയ മുഖത്തോടെ ചിലരിയ്ക്കുന്നു. അവരുടെ മുഖം വാടിയിരിക്കുന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെ പലതും സംഭവിക്കാതെ പോയത് കൊണ്ടാണ്. എന്നാൽ ഒരു സത്യം ഇന്ന് രാത്രി തിരിച്ചറിയുക. നിരാശ കൊണ്ട് നിന്ന ക്ലയോപ്പാവും തന്റെ ഭാര്യയായ മറിയവും യേശു അവരുടെ കൂടെ ചേർന്ന് നിന്നതിന്റെ കാരണം ഈ ഗ്യാപ്പിലാണ് സാത്താൻ കയറുന്നത്. നിരാശയുടെ വിടവിലാണ് പിശാച് കയറുന്നത്. പ്രതീക്ഷിച്ചതുപോലെ കാര്യം നടക്കാതെ വരുമ്പോൾ, പ്രതീക്ഷിച്ച കല്യാണം നടക്കാതെ വരുമ്പോൾ, പ്രതീക്ഷിച്ച ജോലി കിട്ടാതെ വരുമ്പോൾ, പ്രതീക്ഷിച്ച പണം ലഭിക്കാതെ വരുമ്പോൾ, പ്രതീക്ഷിച്ച സൗഖ്യം ഉണ്ടാകാതെ വരുമ്പോൾ, മനുഷ്യന്റെ അകത്ത് നിരാശ ഉണ്ടായിട്ട് അവൻ മരണത്തിലേക്ക് നടന്നു നീങ്ങും, അവൻ ആത്മഹത്യയിലേക്ക് നടന്നു നീങ്ങും, അവൻ തകർച്ചയിലേക്ക് നടന്നു നീങ്ങും, അവൻ ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും നടന്നു നീങ്ങും. അത് വരാതിരിക്കാൻ, ആ കുടുംബം ഏറെ നിരാശപ്പെടാതിരിക്കാൻ യേശു താനും അവരോട് കൂടെ ചേർന്ന് നടന്നു. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവന്ന സകല നിരാശയുടെ വിടവുകളെയും യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് അടയ്ക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ അകത്ത് കൊണ്ടുവന്ന സകല നിരാശയുടെ, സകല ഡിപ്രഷന്റെ, സകല ആൻസൈറ്റിയുടെ വിടവുകളെയും ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അടയ്ക്കുകയാണ്. യേശു താനും അവരോട് കൂടെ ചേർന്ന് നടന്നു. സമയപരിമിതി കൊണ്ട് പെട്ടെന്ന് പറയാണ്, എന്റെ വിഷയം യേശുവാകുന്ന വഴിയാണ്. വേദപുസ്തകം പറയുന്നു, അവരുടെ ഭവനം എത്താറായപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ അവരുടെ വീട്ടിലോട്ട് തിരിഞ്ഞു. അവർ അവനെ ക്ഷണിച്ചു. സന്ധ്യയായല്ലോ, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ പാർക്ക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശുവിനെ ആ വീട്ടിലേക്ക് വിളിച്ചു. യേശു ആ വീട്ടിൽ ചെന്നു, അവരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു. അവൻ അപ്പം നുറുക്കി അവർക്ക് കൊടുത്തു. യേശു കൊടുത്ത അപ്പത്തെ അവർ സ്വീകരിച്ചു. ഇന്ന് രാത്രിയിൽ അവൻ നുറുക്കി തരുന്നതിനെ സ്വീകരിക്കുക. അവൻ നുറുക്കി തരുന്ന ജീവന്റെ അപ്പത്തെ സ്വീകരിക്കുക. തിരസ്കരിക്കാതെ സ്വീകരിക്കുക. അവർ നുറുക്കി കൊടുത്ത അപ്പത്തെ അവർ സ്വീകരിച്ചു. ബൈബിൾ പറയുന്നു, അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക്
അപ്രത്യക്ഷനായി. എന്റെ മെസ്സേജ് ഇതാണ്. അന്ന് രാത്രിയിൽ തന്നെ ഇവർ രണ്ടുപേരും വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു നടന്ന് ജെറുസലേമിലേക്ക് പോയി. ഇങ്ങോട്ട് 7 മൈലാണ്. ജെറുസലേമിൽ നിന്ന് എമ്മോസിലേക്ക് 7 മൈൽ ദൂരമുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. 11 കിലോമീറ്റർ. ഇങ്ങോട്ട് 11 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് 11 കിലോമീറ്റർ ഉണ്ട്. ഒരു ദിവസം ആ കുടുംബം നടന്നത് 22 കിലോമീറ്റർ ആണ്. ഇത് നടക്കാനുള്ള ആരോഗ്യം അവർക്ക് എവിടെന്നറിയാവോ? അത് അവര് തന്നെ പറയുന്നുണ്ട്. അവൻ നമ്മോട് തിരുവെഴുത്തുകളിൽ നിന്ന് സംസാരിച്ചപ്പോൾ നമ്മുടെ ഉള്ളം നമ്മളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഇന്ന് രാത്രിയിൽ മുന്നോട്ടോടുവാനുള്ള ആത്മശക്തി അവന്റെ വചനം നിനക്ക് തരികയാണ്. മുന്നോട്ട് കുതിക്കുവാനുള്ള കൃപ അവന്റെ വചനം നിനക്ക് തരികയാണ്. നിന്റെ ശുശ്രൂഷയിൽ നിന്നെ ക്ഷീണിപ്പിക്കുവാൻ, നിന്റെ ആരോഗ്യത്തിൽ നിന്നെ ക്ഷീണിപ്പിക്കുവാൻ, നിന്റെ നന്മകളിൽ നിന്നെ ക്ഷീണിപ്പിക്കുവാൻ പൈശാചിക മണ്ഡലങ്ങൾ ഒരുക്കിയ സകല പദ്ധതികളും ഇന്ന് രാത്രി തകരപ്പെടുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, ആ രാത്രി തന്നെ ഇവര് രണ്ടുപേരും തിരിച്ച് ജെറുസലേമിൽ ചെന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പാലക്കാടുകാർ ഉത്തരം പറയണം. യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന് തന്നെ ഈ 2 പേർക്ക് വേണ്ടി ശിഷ്യന്മാരുടെ അടുക്കൽ പോകാനുണ്ട്, മറ്റു പലർക്കും പ്രത്യക്ഷനാകാനുണ്ട്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രോഗ്രാമുകൾ ധാരാളമുണ്ട്. പക്ഷേ മറ്റെങ്ങും പോകാതെ ഈ 2 വ്യക്തികൾക്ക് വേണ്ടി ഇവരുടെ കൂടെ നടന്ന് 11 കിലോമീറ്റർ നടന്ന് ഇവരുടെ ഒപ്പം നടന്ന് ഇവരുടെ വീട്ടിൽ ചെന്ന് ഇവർക്ക് വചനം പറഞ്ഞു കൊടുത്ത് ഇവരുടെ ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണവും ഇവരുടെ ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണവും കൊടുത്ത് യേശു കർത്താവ് അവരുടെ കണ്ണ് തുറപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം കേട്ട ആ വാഗ്ദത്തം വെളിപ്പെടേണ്ട 2 വ്യക്തികളാണിവർ. ഒന്നുകൂടെ പറയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുമെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്നും യേശു വാഗ്ദത്തം ചെയ്യുമ്പോൾ അത് കേട്ട കൂട്ടത്തിലുള്ളവരാണിവർ. എന്ന് പറഞ്ഞാൽ സെഹയോൻ മാളികയിൽ കൂടേണ്ട 120 പേരിൽ 2 പേരാണിവർ. ഇവർ 2 പേരും വന്നാലേ ആ കോഴ്സ് കംപ്ലീറ്റ് ആകൂ, അല്ലെങ്കിൽ അത് 118 ആകും. വാഗ്ദത്തം കേട്ടവൻ എമ്മൗസിൽ ഇരുന്നാൽ വാഗ്ദത്തം അവന്റെ മേളിൽ വീടില്ല. അവൻ യെരൂശലേമിലെത്തണം. ഇന്ന് രാത്രിയിൽ നിന്നെ വാഗ്ദത്തത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന വഴി, നിന്നെ വാഗ്ദത്തത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന വഴി യേശു കർത്താവ് എടുക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിനകത്തുണ്ടോ? നിന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് നീ എത്ര ദൂരെയാണെങ്കിലും, നിന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് നീ എത്ര അകലെയാണെങ്കിലും, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ആ വാഗ്ദത്തത്തിലേക്ക് വലിച്ചിടുകയാണ്. ഈ കുടുംബം എമ്മൗസിലായി പോയിരുന്നെങ്കിൽ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമോ? പാലക്കാടുകാർ പറയണം. പിളർന്ന അഗ്നിനാളുകൾ അവരുടെ മേൽ കത്തുവോ? നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നീ സഞ്ചരിക്കാത്ത വഴികളിലൂടെ എന്റെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും. ഓ, ഇന്ന് രാത്രി ഇത് ആരോടുള്ള ഒരു പ്രവചനമാണ്. നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിന്നെ അതിനകത്ത് എത്തിക്കാൻ നീ സഞ്ചരിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും. ഇന്ന് രാത്രി നിന്നെ ആ വാഗ്ദത്തത്തിലേക്ക് അവൻ വലിച്ചിടും. ദൈവസഭകളോട് കർത്താവ് പറയുന്നു, യേശുവിന്റെ മടങ്ങി വരവ് വേഗം സംഭവിക്കാൻ പോകുന്നു. ഉൾപ്രാവണം വേഗം സംഭവിക്കാൻ പോകുന്നു. യേശുവിന്റെ മേഘപ്രത്യക്ഷത വേഗമുണ്ടാകാൻ പോകുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ മടങ്ങി വരാൻ പോകുന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ മടങ്ങി വരും, മടങ്ങി വരും, മടങ്ങി വരും എന്ന വാഗ്ദത്തം അധികം വൈകാതെ നടക്കാൻ പോവാണ്. നോട്ട് ചെയ്ത് വെച്ചോ.
ഇത് ഞങ്ങൾ സ്ഥിരം കേൾക്കുന്നതല്ലേ ഭാഷേ? ഒന്നുമല്ല, നോട്ട് ചെയ്ത് വെച്ചോ. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളെല്ലാം അടിപൊളിയല്ല. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളൊന്നും അടിപൊളിയല്ല. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളെല്ലാം ഉൾപ്രാപണത്തിന്റെ മേഘപ്രത്യക്ഷതയുടെ ദൈവസഭ ഈ ഭൂമിയിൽ എടുക്കപ്പെടുന്നതിന്റെ ഒരുക്കങ്ങളാണ്. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അതിശക്തമേറിയ ലക്ഷണങ്ങൾ ലോകം കാണിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിയാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് അറിയിക്കുന്നു, അതിനു മുൻപായി ഈ പാലക്കാട് ഒരു ഉണർവുണ്ടാകണം. അതിനു മുൻപായി ആത്മാക്കൾ വിടിപ്പിക്കപ്പെടണം. ദേശം കർത്താവിനെ അറിയണം. ജനം രക്ഷിക്കപ്പെടണം. ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ അതരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. ഈ ജില്ലയുടെ മേളിൽ, ഈ സംസ്ഥാനത്തിന്റെ മേളിൽ, ഈ രാജ്യത്തിന്റെ മേളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരട്ടെ. കടൽ വെള്ളം കൊണ്ട് മൂടിക്കിടക്കുന്നത് പോലെ യഹോവയുടെ മഹത്വം ഹല്ലേലൂയ. ക്ലെയോപ്പാവിനോടും മേരിയോടും യേശു പറയുന്നു, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ റൂട്ട് എമ്മോസ് അല്ല, ജെറുസലേമാണ്. ഇസഹാക്കിനോട് ദൈവം പറയുന്നു, നിന്റെ റൂട്ട് ഈജിപ്റ്റ് അല്ല, നിന്റെ അപ്പനോട് ഞാൻ വാഗ്ദത്തം ചെയ്ത ഇപ്പം നീ നിൽക്കുന്ന സ്ഥലമാണ്. ഫെലിസ്തീൻ വന്നേക്കാം, നീ കുഴിക്കുന്ന കിണറുകൾ മൂടിയേക്കാം, പലരും നിന്നെ ആക്രമിച്ചേക്കാം, പക്ഷെ നിന്റെ രഹബോത്ത് വെളിപ്പെടും. നിന്റെ രഹബോത്ത് വെളിപ്പെടും. നിന്റെ 100 മേനിയുടെ കൊയ്ത്ത് വെളിപ്പെടും. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ള ആരെങ്കിലും ഈ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ഉറപ്പ് പറയുന്നു, എന്റെ ദൈവം നിന്നോട് സത്യം ചെയ്തതിനെ അവൻ നിവർത്തിക്കും. ഇനി ദൈവം എടുക്കാൻ പറഞ്ഞ വഴി ഇത്രയും നമ്മൾ കേട്ടത് ചുരുക്കമായിട്ട് പറയാനുള്ള നേരേ ഉള്ളൂ. എടുക്കരുതെന്ന് പറഞ്ഞ വഴിയാണ്. ഇനി ദൈവം എടുക്കാൻ പറഞ്ഞ വഴിയുണ്ട്. പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിലേക്ക് വരുമ്പോ സ്വർഗത്തിലെ ദൈവം മോശയോട് പറയാണ്, പെട്ടെന്ന് പറഞ്ഞു പോവാണേ. പാസ് ഒന്ന് വായിച്ചു 14 അധ്യായം 1 മുതൽ വായിച്ചു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും എല്ലാരും ആ വാക്ക് പറയണം കേട്ടോ. ബൈബിളിലെ ഓരോ വാക്യം ഇമ്പോർട്ടന്റ് കേട്ടോ. നിങ്ങൾ തിരിയുക. പാലക്കാട് അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത്? അതോ ഞങ്ങളുടെ നാട്ടുകാരാണോ അങ്ങനെ പറയണേ? നിങ്ങൾ അങ്ങനെ തന്നെയാണോ പറയുന്നത്? ഓക്കെ. നിങ്ങൾ തിരിയണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോന്ന റൂട്ട് അല്ല നിന്റെ റൂട്ട്. തിരിയണം, യു ടേൺ എടുക്കണം, തിരിയണം. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തോട് ഒരു അപ്പോസ്തോലിക അഭിഷേകത്തെ ക്യാരി ചെയ്യുന്ന മനുഷ്യൻ നിലയിൽ പറയുന്നു, ഈ ദേശത്ത് വലിയൊരു തിരിവുണ്ടാകട്ടെ. ഈ പട്ടണം ദൈവത്തിലേക്ക് തിരിയട്ടെ. പൗലോസ് അപ്പോസ്തലനോട് യേശു ഇതാണ് പറഞ്ഞത്, അനേകരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. തിരിയണം മക്കളെ, യൗവനക്കാരെ, നീ ദൈവ വഴിയിലേക്ക് തിരിയണം. സഹോദരങ്ങളെ, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിയണം, ദൈവവചനത്തിലേക്ക് തിരിയണം, ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് തിരിയണം. നിന്റെ പാരമ്പര്യവും മതവും പെന്തിക്കോസും പള്ളിയൊന്നും നിന്നെ വിടുവിക്കുകയില്ല. നീ ദൈവത്തിലേക്ക് തിരിയണം, നീ കർത്താവിലേക്ക് തിരിയണം, ദൈവമുഖം അന്വേഷിക്കണം, ദൈവ സന്നിധാനത്തിലേക്ക് തിരിയണം. ദൈവം മോശയോട് പറയുന്നു, നിങ്ങൾ തിരിയുക. എന്നിട്ട് പീഹാഹിരോത്തിനരികെ പാളയിറങ്ങണം. മിഗ്ദോൽ കടലിടുക്കിന്റെ സൈഡിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും വർഷം വഴി പറയാത്ത ദൈവം, ഇത്രയും വർഷം മിണ്ടാതിരുന്ന ദൈവം, ഈ ദൈവം തമ്പുരാൻ ഈ ഇസ്രായേൽ ജനത്തിന് വഴി പറഞ്ഞു കൊടുത്തെങ്കിൽ എന്റെ പൊന്നു ബ്രദറെ, ഇവരിങ്ങനെ കിടന്ന് കറങ്ങുമോ? ഇവർ ഇത്രയും വർഷം മരുഭൂമിയിൽ ഉഴലുവോ? ഇവരുടെ റൂട്ട് കൃത്യമായി ദൈവം നേരത്തെ ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ
ഇവരെന്നേ എത്തേണ്ടടുത്ത് എത്തിയേനെ. പക്ഷേ ഇവർ പോകുന്ന വഴികളിൽ മേഘസ്തംഭവും അഗ്നിത്തൂണുമായി ദൈവം കൂടിരുന്നു. അവരെ ഓരോരുത്തരെയും ദൈവം മരുഭൂമിയിൽ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയുടെ നടുവിൽ ഒരു സുപ്രഭാതത്തിൽ ദൈവം ഇറങ്ങി വന്ന് ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എല്ലാരും ഈ റൂട്ടിൽ നിന്ന് തിരിഞ്ഞോ, അടുത്ത റൂട്ട് എടുത്തോ, മിഗ്ദോൽ കടലിടുക്കിന്റെ സൈഡിലൂടെ കേറിക്കോ, പീഹാഹിരോത്തിനരികിൽ നിങ്ങളെല്ലാം പാളെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഈ മോശമാർക്കൊരു പ്രത്യേകതയുണ്ട്, ദൈവം എന്ത് പറയുന്നോ അവരത് ചെയ്യും. ഓട്ടമൈതാനിയിൽ കൺവെൻഷൻ നടത്താൻ പറഞ്ഞാൽ അവർ നടത്തും. എണ്ണീറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കും. പാടാൻ പറഞ്ഞാൽ അവർ പാടും. മോശയോട് തിരിയാൻ പറഞ്ഞു, കേൾക്കേണ്ട താമസം. മോശ അനൗൺസ് ചെയ്തു, നമ്മൾ പോകുന്ന റൂട്ടിൽ നിന്ന് മാറുകയാണ്, നമ്മുടെ വണ്ടി തിരിയുകയാണ്. മോശ തിരിഞ്ഞു, എല്ലാ എണ്ണവും തിരിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. കൂടെ നിന്ന് മോശ തിരിഞ്ഞപ്പോ എല്ലാ എണ്ണവും തിരിഞ്ഞത് മോശയോടുള്ള ഇഷ്ടമുള്ള കൂടുതലൊന്നും കൊണ്ടൊന്നും അല്ല. പുള്ളിയുടെ കൂടെ നിന്നാലേ വല്ല ഫുഡും ഒക്കെ കിട്ടുള്ളൂ. ആരും മിണ്ടുന്നില്ല. അങ്ങനെ തിരിയുന്നവരുമുണ്ട്. സ്തോത്രം. മോശ തിരിഞ്ഞപ്പോ ഇവരെല്ലാം തിരിഞ്ഞു. ഇനി നിങ്ങൾ കേട്ടെ, നിങ്ങൾ എന്നോട് പറഞ്ഞേ, ദൈവം പറഞ്ഞ റൂട്ടിലേക്ക് തിരിഞ്ഞു. ആ റൂട്ടിലായിരുന്നു ചെങ്കടൽ. പറ, നിങ്ങൾ പീഹാഹിരോത്തിനരികിൽ പാള ഇറങ്ങണം, മിഗ്ദോൽ കടലിന്റെ സൈഡിൽ കൂടെ പോകണമെന്ന് പറഞ്ഞു. അവരത് തന്നെ ചെയ്തു. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോ ചെങ്കടലിൽ ഒന്നിച്ചെന്ന് വിട്ടു. മുന്നോട്ട് പോകാൻ വയ്യ. നമ്മുടെ ബന്ധിക്കോസുകാരെ വല്ലതും ആയിരുന്നെങ്കിൽ, നമ്മുടെ ആൾക്കാരായിരുന്നെങ്കിൽ അവര് 3 തവണ പറഞ്ഞേനെ. ഞാൻ അന്നേരെ പറഞ്ഞത് ദൈവം പറഞ്ഞതല്ലാതെ സാത്താൻ പറഞ്ഞാണ്. കാരണം ദൈവം പറഞ്ഞ വഴിയിൽ തടസ്സം ഉണ്ടാവോ? ദൈവം പറഞ്ഞ വഴിയിൽ ചെങ്കടലോ? എന്റെ ചോദ്യമാണ്, ദൈവം പറഞ്ഞ വഴിയിൽ തടസ്സോ? ദൈവം പറഞ്ഞ വഴിയിൽ പ്രതികൂലോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ വരും, അങ്ങനെയും വരാം. ഹല്ലേലൂയ. റോമിൽ പോയി കിടക്കേണ്ട പൗലോസിനെ കാറ്റടിപ്പിച്ച്, ആദ്യം സമ്മതിക്കാത്ത കാറ്റ്, പിന്നെ പ്രതികൂലത്തിന്റെ കാറ്റ്, പിന്നെ ഈശാനമൂലൻ, അവസാനത്തെ പായും പറന്നുപോയി, പ്രതീക്ഷ മുഴുവൻ കൈവിട്ടുപോയി, രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ച്, ഇവറ്റകളെ കാറ്റടിപ്പിച്ച് പടകുലച്ച് മറിച്ച് പലക വരെ ഇളകിപ്പോയി, ഒഴുക്കി അവരെ മാൾട്ടയിൽ മെലീത്തയിലെത്തിച്ചു. എന്റെ ചോദ്യം, നമ്മൾ പറയത്തില്ല എല്ലാ ഈശാനമൂലന്റെ പോരാട്ടങ്ങളെയും ശാസിക്കുന്നു. അടിച്ച ഈശാനമൂലൻ പോരാട്ടമായിരുന്നോ ഉണർവായിരുന്നു? ദൈവം അടിപ്പിച്ച കാറ്റ് മെലീത്തയുടെ ഉണർവായിരുന്നോ പോരാട്ടമായിരുന്നോ? ഉണർവായിരുന്നു. അപ്പൊ ദൈവം തമ്പുരാൻ അനുവദിക്കുന്ന തടസ്സങ്ങളിലാണ് വിടുതൽ. ദൈവം തമ്പുരാൻ അനുവദിക്കുന്ന പ്രതികൂലങ്ങളിലാണ് അത്ഭുതം. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തിന്റെ പ്രവർത്തികളെക്കാളും ഭയം ദൈവത്തിന്റെ നിശബ്ദതയാണ്. ഓ റബാസി കാലി. എനിക്ക് ദൈവത്തിന്റെ പ്രവർത്തികളെക്കാളും വിശ്വാസം അവന്റെ ചില നിശബ്ദതകളാണ്. വെള്ളിയാഴ്ചകളുടെ ആർപ്പുവിളി ശനിയാഴ്ച ഇല്ലായിരുന്നു. ക്രൂശീകരണം കഴിഞ്ഞു, സൈലന്റ് സാറ്റർഡേ. ശനിയാഴ്ച തെരുവുകൾ നിശബ്ദമായിരുന്നു. ശനിയാഴ്ച ശിഷ്യന്മാർ നിശബ്ദമായിരുന്നു. ശനിയാഴ്ച പട്ടണം നിശബ്ദമായിരുന്നു. പക്ഷേ ശനിയാഴ്ചയുടെ നിശബ്ദതയാണ് ഞായറാഴ്ചയുടെ ഉയർപ്പ്. ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ആരോടോ ആത്മാവിൽ പ്രവചിക്കാമെന്നറിയാം. എന്റെ ജീവിതത്തിൽ ദൈവം നിശബ്ദനായിരിക്കുന്നത് എന്ത് എന്ന് നീ ചോദിച്ചാൽ ആ നിശബ്ദതയെ നീ ഭയക്കണം. എന്തോ അവൻ വലിയ പ്ലാനിങ്ങിലാണ്, എന്തോ വലിയ അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി അവൻ സെറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. Thank you Lord Jesus. Thank you precious Holy Spirit. ചെങ്കടൽ ഈ ദൈവം സംവിധാനം ചെയ്യുന്ന കഥ എഴുതി, തിരകഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ചരിത്രമാണ് നിങ്ങളുടെ ജീവിതം. ഒന്നുകൂടെ പറയാം, മിണ്ടാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ദൈവം കഥ എഴുതി, തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ചരിത്രമാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ മുഴുവൻ സ്റ്റോറിയും ദൈവത്തിന്റെ കയ്യിലുണ്ട്. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അവൻ ആരംഭത്തിൽ തന്നെ
അവസാനത്തെയും അറിയുന്നു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ പിണ്ണാകാരമായിരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. അങ്ങനെയാണെങ്കിൽ ദൈവം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ചരിത്രമാണ് നിന്റെ ജീവിതമെങ്കിൽ ഇതിന്റെ തുടക്കവും ഇതിന്റെ നടുക്കും ഒന്നും ഒരക്ഷരം നിങ്ങൾക്ക് പിടികിട്ടുകയില്ല. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് ഞെട്ടിക്കും, ഭയങ്കരമായിട്ട് ഞെട്ടിക്കും. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കത്തില്ല സംഭവം പോലെ. ഇവരോട് പീഹാഗിരോത്തിൽ പാളയിറങ്ങണമെന്നും മിഗ്ദോൽ കടലിടുക്കിന്റെ സൈഡിലൂടെ പോണമെന്നും ദൈവം പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇവിടെ ഒരു കാര്യം സംവിധാനം ചെയ്യുകയായിരുന്നു, ഒരു ഭയങ്കര സംവിധാനം. ഇവർ ചെങ്കടലിന് മുമ്പിൽ ചെന്ന് പെട്ടു. എന്നിട്ട് ദൈവം എന്നാ ചെയ്തെന്നറിയോ? ഇറങ്ങി തിരിച്ചവൻ എങ്ങും എത്തിയില്ലെന്ന് ഫറവോനോട് എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ടുണ്ടോ പാസ്റ്റർ അവിടെ? ദൈവം ഫറവോനോട് പറഞ്ഞു. അറിഞ്ഞോ ഫറവോ അറിഞ്ഞോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ കുറെ ഇടം? എങ്ങും എത്തിയിട്ടില്ല. അവിടെ ആ ചെങ്കടലിന് മുമ്പിൽ പോയി പെട്ട് കിടപ്പുണ്ട്. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അറിയണ്ടാത്തവൻ അറിഞ്ഞതാ നമ്മുടെ പ്രശ്നം. ആരും മിണ്ടുന്നില്ല. അറിയണ്ടാത്തവൻ അറിഞ്ഞു അവരുടെ പ്രശ്നം. ദൈവം തന്നെ പോയി അറിയിച്ചു. ഉടനെ ഫറവോ പറഞ്ഞു, ആ ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ പിടിക്കും, ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ പിടിക്കും. തമ്പുരാൻ പറഞ്ഞു, ഇറങ്ങി വാ, നീ പിന്തുടരണം, നീ പിടിക്കാൻ വരണം. അതിനാ ഞാൻ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത്. നീ ഇറങ്ങി വരണം, നീ പിന്തുടരണം, നീ പിടിക്കണം. ഇനി നിങ്ങൾ കേട്ടേ, ചെങ്കടലിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനം വന്ന് നിൽക്കുമ്പോൾ, മുന്നോട്ടുള്ള വഴി അറിയാതെ നിൽക്കുമ്പോ ലക്ഷക്കണക്കിന് ജനങ്ങളാണ്, 1-2 പേരല്ല. ഈ മുമ്പിൽ നിൽക്കുന്ന കുറെ ആയിരങ്ങൾക്ക് മാത്രമേ ചെങ്കടൽ കാണാൻ പറ്റൂ. പുറകിൽ നിൽക്കുന്ന കുറെ ആയിരങ്ങൾക്ക് മാത്രമേ ഫറവോയെ സൈന്യത്തെ കാണാൻ പറ്റൂ. ഈ ഇടയ്ക്ക് നിൽക്കുന്ന നിരപരാധികൾക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആൾക്കാരായതുകൊണ്ട് 10 മിനിറ്റിനകത്ത് കാര്യങ്ങൾ പാസ് ചെയ്തു പോയി. മുമ്പിൽ ചെങ്കടലാണെന്നും പുറകിൽ ഫറവോന് സൈന്യമാണെന്നും നിമിഷം കൊണ്ട് ആളുകളെല്ലാം അറിഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേക കൃപയുണ്ടല്ലോ. സ്തോത്രം. നിമിഷം കൊണ്ട് ഈ ജനം മുഴുവൻ അറിഞ്ഞു മുമ്പിൽ എന്തുവാന്നും പുറകിലെന്നാന്നും. ഇനി നിങ്ങളൊരു അത്ഭുതകരമായ കാഴ്ച ഇവിടെ കാണണം കേട്ടോ പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവത്തിന് നീ കണ്ടിട്ടില്ലാത്ത ഒരു വഴി. ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. ശുശ്രൂഷയിൽ വിളിയുള്ളവർ ഇത് പേടിച്ചോണം. സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ ഒരത്ഭുത വഴിയിൽ എത്തിക്കാൻ എന്ന് പറഞ്ഞാൽ, നീ കണ്ടിട്ടില്ലാത്ത വഴിയിൽ, നീ കേട്ടിട്ടില്ലാത്ത വഴിയിൽ, നീ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷയിൽ, നീ അനുഭവിച്ചിട്ടില്ലാത്ത നന്മയിൽ നിന്നെ എത്തിക്കാൻ നീ പ്രതീക്ഷിക്കാത്ത ഒരു തിരിവ് നിന്നിൽ അവൻ കൊണ്ടുവരും. അതിന്ന് രാത്രി ചിലർ അനുഭവിക്കുന്നുണ്ട്. ചിലർ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ചെങ്കടൽ? ചിലർ ചോദിക്കുന്നു എന്താണ് ഈ ചെങ്കടൽ? എന്താണ് ഈ ഫറവോ? എന്താണ് ഈ പ്രതിസന്ധി? മോനെ, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വഴി നിന്നെ കാണിക്കാൻ ഇതല്ലാതെ വേറൊരു വഴിയില്ല. ഹല്ലേലൂയ. ജോസഫ് സ്വപ്നം കണ്ടപ്പോ താൻ കണ്ട ദർശനത്തിൽ, താൻ കണ്ട ഡ്രീമിൽ എല്ലാ അനുഗ്രഹമായിരുന്നു, എല്ലാം ബ്ലെസ്സിംഗ് ആയിരുന്നു. ചന്ദ്രനെല്ലാം തന്നെ വണങ്ങുന്നു, കറ്റയെല്ലാം തന്നെ വണങ്ങുന്നു, നക്ഷത്രങ്ങളെല്ലാം തന്നെ വണങ്ങുന്നു. ഭയങ്കര ഓണർ, ഭയങ്കര ബഹുമാനം, ഭയങ്കര ആദരവ്. ജോസഫ് കണ്ട സ്വപ്നത്തിൽ അടിമച്ചന്തയില്ലായിരുന്നു. ജോസഫ് കണ്ട സ്വപ്നത്തിൽ കിഡ്നാപ്പിംഗ് ഇല്ലായിരുന്നു. ജോസഫ് കണ്ട സ്വപ്നത്തിൽ പൊട്ടക്കിണറില്ലായിരുന്നു. ജോസഫ് കണ്ട സ്വപ്നത്തിൽ പൊത്തി പറഞ്ഞ ഭാര്യയില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ട ചിലതിലേക്ക് നിങ്ങളെ എത്തിക്കാൻ, ദൈവത്തിന് എത്തിക്കാൻ, നിങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത വഴിയിലൂടെ കൊണ്ടുപോകും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ സ്വപ്നത്തിൽ എന്റെ ദൈവത്തിന് നിന്നെ എത്തിക്കാൻ നീ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത വഴിയിലൂടെ
ദൈവം നിന്നെ കൊണ്ട് ഇന്ന് രാത്രിയിൽ അങ്ങനെ പറയുന്നവർ ഇവിടെ ഉണ്ടോ? എന്റെ പൊന്നു ബ്രദറെ, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പ്രശ്നം, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പ്രതികൂലം, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത വെല്ലുവിളി, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക ഞെരുക്കം, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പൈശാചിക ആക്രമണം ഇന്ന് രാത്രി നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് നിന്നോട് പറയുന്നു, നീ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ചില ദൈവ പ്രവർത്തികൾ നിന്റെ മേൽ സാധ്യമാക്കാനാണ്. എന്റെ ചോദ്യം, ദൈവം മോശയോട് എടുക്കാൻ പറഞ്ഞ വഴി സൂപ്പർ നാച്ചുറൽ ആയിരുന്നോ? പ്രകൃതിയാതീതമായിരുന്നോ? ഞാൻ ഇത്ര പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ? ഒന്ന് രണ്ട് ഭാഗം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ദൈവം ഒരു വഴി എടുക്കാൻ പറയുമ്പോ ആ വഴിയിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത വഴി ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം ഒരു വഴി എടുക്കരുതെന്ന് പറയുമ്പോ ആ വഴി എടുക്കരുത്, എടുത്താൽ നഷ്ടപ്പെട്ടു പോകുന്നത് നിനക്ക് വേണ്ടി അവൻ സെറ്റ് ചെയ്തിരിക്കുന്ന വാഗ്ദത്തമാണ്. യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയാണ്. ഇന്ന് പാലക്കാട് പ്രിയപ്പെട്ടവർ കേൾക്കണം, മറ്റൊരു വഴിയില്ല. രക്ഷ പ്രാപിക്കാനുള്ള ഒരേ വഴി യേശു ആകുന്ന വഴിയാണ്, ഒറ്റ വഴി. അപ്പോസ്തലപ്രവൃത്തി 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. രക്ഷിക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, അത് യേശുവാകുന്ന വഴിയാണ്. അതാണ് റോമർ 10:9 ബൈബിൾ പറയുന്നത്, യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കും. രക്ഷ പ്രാപിക്കാൻ മകളെ പല വഴിയില്ല കേട്ടോ. ഒറ്റ രക്ഷകൻ, ഏക രക്ഷകൻ യേശു, ഏക രക്ഷകൻ യേശു. മാനവകുലത്തെ രക്ഷിക്കാൻ ഈ ഭൂമിയിലേക്ക് വന്നവൻ യേശു. അതാണ് ക്രിസ്മസ്, അതാണ് ക്രിസ്മസ്. ക്രിസ്മസ് ഇന്ന് രാത്രിയിൽ മദ്യപാനികളുടെ ആഘോഷമല്ല. ക്രിസ്മസ് ഇന്ന് രാത്രിയിൽ സെലിബ്രേഷൻ അല്ല. ക്രിസ്മസ് റിസ്റ്റോറേഷൻ ആണ്. ക്രിസ്മസ് സാൽവേഷൻ ആണ്. ക്രിസ്മസ് രക്ഷയുടെ സന്ദേശമാണ്. മാനവകുലത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നീ അവന് യേശു എന്ന പേർ വിളിക്കണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി യേശു ആകുന്ന വഴി. പാപവിമോചനത്തിനുള്ള വഴിയോ? നിങ്ങൾ ഇച്ചിരി നേരം മിണ്ടാതിരിക്കുമായിരിക്കും. ഇടയ്ക്കത്തെ വാഗ്ദത്തത്തിന്റെ ആവേശമൊന്നും കാണുകയില്ല. എന്നാലും പറയാം, പാപവിമോചനത്തിന്റെ വഴിയോ? നിങ്ങൾക്കറിയാം അതിന്റെ വില എന്നാന്ന്? പാലക്കാട് കേൾക്കണം, ഇത് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അത്ഭുതം. മരിച്ച ലാസറിനെ യേശു ഉയർപ്പിച്ചതല്ല. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അത്ഭുതം താജ്മഹൽ അല്ല. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അത്ഭുതം കുത്തബ്മിനാർ അല്ല. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അത്ഭുതം എവറസ്റ്റ് കൊടുമുടി അല്ല. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ അത്ഭുതം ഭാവിയിൽ പ്രധാനിയായ എന്റെ യേശു രക്ഷിച്ചതാണ്. മറ്റെല്ലാം മനുഷ്യന് തരാൻ പറ്റും. ഞാനൊരു രോഗശാന്തി ശുശ്രൂഷകനാണ്. കഴിഞ്ഞ 24 വർഷമായി പ്രാർത്ഥനയിൽ യേശു, ഞാനല്ല യേശു, തന്റെ വചനം, തന്റെ ശക്തി, തന്റെ ആത്മാവ് അനേക രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഈ ഗ്രൗണ്ടിൽ പറയുന്നു, മോർ ദാൻ ഹീലിംഗ് ദ ക്യാൻസർ, മോർ ദാൻ യു ഗെറ്റിംഗ് എനി ഡെലിവറൻസ് യുവർ ലൈഫ്, സാൽവേഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ. നിനക്ക് ലഭിക്കുന്ന ക്യാൻസറിൽ നിന്നുള്ള സൗഖ്യത്തെക്കാളും നിനക്ക് ലഭിക്കുന്ന ഭൗതിക വിടുതലിനെക്കാളും ഏറ്റവും വലിയ അത്ഭുതമാണ് യേശു തന്റെ പരിശുദ്ധ രക്തത്താൽ നിന്റെ പാപങ്ങളെ വിമോചിപ്പിച്ചത്. അത് മതത്തിനോ മനുഷ്യർക്കോ സംഘടനകൾക്കോ ചെയ്യാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അതാണ് റോമർ 6:22-23 വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നത്, ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും
അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ചവരൊക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ, അതുപോലൊരു സന്തോഷമുണ്ടോ? ഞങ്ങൾ എന്തിനാ യേശുവിനെ എല്ലാരും സ്വീകരിക്കണമെന്ന് പറയുന്നേ? ഇന്ന് രാത്രിയിലും ഞാൻ ഈ ഗ്രൗണ്ടിൽ നിന്ന് പറയുന്നു, യേശു ഏകരക്ഷകൻ, പാപവിമോചകൻ. എന്തുകൊണ്ടാ? കടഭാരം മാറ്റുന്നത് കൊണ്ടോ? കടഭാരം മാറും, ഉറപ്പാ. കോടികൾ കടമുള്ളതൊക്കെ മാറിയിട്ടുണ്ട്. സൗഖ്യം ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇന്നലെ വരെ എന്റെ ശുശ്രൂഷയിൽ സൗഖ്യം ഉണ്ടായി. ഇന്നിവിടെ ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസമില്ലായ്മ. സൗഖ്യം ഉണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തലവേദന പ്രാർത്ഥിച്ചാ മാറുമോ? മാറും. ഗുളിക കഴിച്ചാലോ കുറയോ? പറ മാമേ, പറ ചേച്ചി, പറ. കുറയോ? കുറയോ? കുറയും. കിഡ്നി രോഗം യേശു സൗഖ്യമാക്കുമോ? എത്ര പേരെ സൗഖ്യമാക്കിയിട്ടുണ്ടെന്നറിയാമോ? ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ? മുഴ പ്രാർത്ഥിച്ചാൽ മാറുമോ? മാറിയോ? ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇവിടെ ഇരിപ്പുണ്ട്. സർജറി ചെയ്താലോ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. എന്നാ ചെയ്യാൻ പറ്റാതെ? എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ നിന്റെ ജന്മകർമ്മ പാപം, നിന്റെ അകത്ത് വസിക്കുന്ന പാപം, ഏത് ഡോക്ടറിന് സർജറി ചെയ്തെടുക്കാൻ പറ്റും? ഏത് മരുന്ന് കഴിച്ചാൽ മെൽറ്റായി പോകും? ഇന്ന് രാത്രിയിൽ നിന്റെ പാപത്തെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ ഒരു ഡോക്ടർമാർ വിടില്ല, ഒരു മരുന്ന് വിടില്ല. അതിനൊറ്റ വഴിയേ ഉള്ളൂ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ വിശുദ്ധീകരിക്കുന്നു. അത് അനുഭവിച്ചു വരുന്ന രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ അവർ ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറ. താങ്ക് യു ലോർഡ് ജീസസ്. അപ്പൊ പാപവിമോചനത്തിനുള്ള വഴി ആരാ? നിങ്ങൾ ഉറക്കെ പറഞ്ഞില്ല, ഞാൻ അടുത്തത് പറയത്തില്ല. രക്ഷ പ്രാപിക്കാനുള്ള വഴിയോ? എന്നാ മൂന്നാമത് എല്ലാവർക്കും കൂടെ ഉള്ളൊരു സാധനം തന്നേക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാനുള്ള വഴിയോ? എന്റെ പ്രാർത്ഥിക്കുന്നവരെല്ലാം, പ്രാർത്ഥനയ്ക്ക് മതമില്ലല്ലോ, പ്രാർത്ഥിക്കുന്നവരെല്ലാം കൈ ഉയർത്തി. പ്രാർത്ഥിക്കുന്നതിന് സഭയുണ്ടോ? അതിന് ഇവിടെ പാലക്കാട് സഭയുണ്ടോ? ഇല്ല. ഞങ്ങളുടെ ഒന്നും സഭ പ്രാർത്ഥിക്കുന്നതിന് ബൗണ്ടറികളൊന്നും ഇല്ല. പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി. ആരോടാ പ്രാർത്ഥിക്കുന്നത് ഞാൻ പിന്നെ പറയാം. പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി കാണിച്ചു. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരല്ലേ? എന്റെ പ്രാർത്ഥന മേളിലെത്തണം, ദൈവം കേൾക്കണം എന്ന ആഗ്രഹമുള്ളവരെ ഹല്ലേലൂയ പറഞ്ഞു. അയ്യോ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. കൊട്ടാരക്കരയിൽ നിന്ന് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്ന ഇന്ന് വരെ ഞാൻ 3 days ഫാസ്റ്റിംഗ് ആയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്കാ ആ ഫാസ്റ്റിങ്ങും ബ്രേക്ക് ചെയ്തു. എനിക്കില്ലാത്ത ക്ഷീണം 1 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന ആൾക്ക്. അയ്യോ, സ്തോത്രം. ഒരു നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തോത്രം. ഇനി ഇങ്ങോട്ടൊക്കെ ഇനിയും വരണമെന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാകാൻ വേണ്ടിയാ. പ്രാർത്ഥന കേൾക്കാൻ എന്നാ വഴി? ആരാ പ്രാർത്ഥിക്കാത്ത? പ്രാർത്ഥനയ്ക്ക് മതമുണ്ടോ? ലോകം കണ്ടതിൽ പ്രാർത്ഥിക്കണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവാ. ലോകം കണ്ടതിൽ പ്രാർത്ഥിക്കണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവാ. ആ യേശു പ്രാർത്ഥിച്ചതാണ് എന്റെ പ്രാർത്ഥനയുടെ മാതൃക. ശരിയല്ലേ? ദൈവം പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയുടെ മാതൃക ഭൂമിയിൽ കാണിച്ചു. പ്രാർത്ഥന കേൾക്കേണ്ടവൻ പ്രാർത്ഥിച്ച് കാണിച്ചു. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. പ്രാർത്ഥന കേൾക്കാൻ എന്താണ് വഴി? 1 തിമോത്തി 2-ാം അധ്യായം 5-ാം വാക്യം കർത്താവിന്റെ ദാസൻ മൈക്കിലൂടെ ഉറക്കെ വായിക്കണം. കാരണം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന കേൾക്കാനുള്ള വഴി വായിച്ച് കേൾപ്പിച്ചോണം. 1 തിമോത്തി 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ദൈവം
ദൈവം ഒരുവനല്ലോ. ഒന്നുകൂടെ. ദൈവം ഒരുവനല്ലോ. ഒന്നുകൂടെ. ദൈവം ഒരുവനല്ലോ. ഉറപ്പിക്കാവോ? ഉറപ്പിക്കാവോ? ദൈവം ഒരുവനല്ലോ. ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. നിർത്തണേ. മധ്യസ്ഥനും ഒരുവൻ. ഒറ്റ ഒരാള്. പാലക്കാട് പറഞ്ഞ മധ്യസ്ഥൻ ഒരുവൻ. ഉറക്കെ പറയണം. ബൈബിൾ പറയുന്നു. ഉറക്കെ പറഞ്ഞേ. ബൈബിൾ പറയുന്നു. വേദോസം കയ്യിലെടുത്ത് എല്ലാവരും ബൈബിൾ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ചേ. 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 ബൈബിൾ പറയുന്നു ദൈവം ഒരുവൻ, മധ്യസ്ഥൻ ഒരുവൻ. ഇത്രയും പറഞ്ഞങ്ങ് നിർത്തിയിരുന്നെങ്കിലേ ബ്രദറെ, സിസ്റ്ററെ, പാസ്റ്ററെ, ഇത്രയും പറഞ്ഞങ്ങ് നിർത്തിയിരുന്നെങ്കിലേ നമുക്ക് ഇതിനകത്ത് ഒരുപാട് പേരെ തിരികെ കയറ്റായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ആ ദൈവം ആരാന്നും ആ മധ്യസ്ഥൻ ആരാന്നും അടുത്ത വാക്കിൽ പറയുന്നുണ്ട്. വായിച്ചോ. ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ഈ ക്രിസ്തുയേശു തന്നെ. മനുഷ്യനായ യേശു തന്നെ. ദൈവം ഒരുവൻ, മധ്യസ്ഥൻ ഒരുവൻ, പലരില്ല. യേശു, യേശു, യേശു. സംശയമുണ്ടോ? സംശയമുണ്ടോ? In the mighty name of Jesus, there is only one name to receive the salvation. His name is Jesus. എന്റെ പ്രാർത്ഥന കേൾക്കുന്ന വഴി യേശു. പാപവിമോചനത്തിന്റെ വഴി യേശു. രക്ഷ പ്രാപിക്കാനുള്ള വഴി യേശു. നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴി തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം പാലക്കാടിനെ സ്നേഹിച്ചു. നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴി യേശു. നീതീകരണം പ്രാപിക്കാനോ? നീതീകരണം പ്രാപിക്കാനോ? അയ്യോ, അത് വലിയൊരു വെളിപ്പാടാണ്. യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാകുന്നു. റോമർ 3:26, റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ നീതീകരിക്കപ്പെടാനുള്ള വഴി ആരാ? യേശു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള വഴിയോ? ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഞാൻ ഇങ്ങനെ രാത്രി പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എന്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അത് യേശു ആകുന്ന വഴിയാണ്. ആ ക്രിസ്തു ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു, ഞാൻ തന്നെ വഴിയാകുന്നു. ഞാൻ തന്നെ വഴിയാകുന്നു. രക്ഷ പ്രാപിക്കാനുള്ള വഴി, പാപവിമോചനത്തിന്റെ വഴി, പ്രാർത്ഥന കേൾക്കാനുള്ള വഴി, നിത്യജീവന്റെ വഴി, നീതീകരണം പ്രാപിക്കാനുള്ള വഴി, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള വഴി. അതെ, ഒരേ ഒരു വഴി, ഒരേ ഒരു സത്യം, ഒരേ ഒരു ജീവൻ, യേശു. യേശു. ആ കൈകളെല്ലാവരും ഉയർത്തിപ്പിടിച്ച് കർത്താവേ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണേ, ഞാൻ പോകേണ്ടുന്ന വഴി എന്നെ കാണിക്കണേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. എന്റെ വഴിയിൽ നീ എന്നെ വിടല്ലേ, നിന്റെ വഴിയിൽ എന്നെ നടത്തണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. നിൻ ഹിതം പോലെ എന്നെ നടത്തണേ കർത്താവേ, ഞാൻ പോകേണ്ടുന്ന വഴിയിൽ എന്നെ നടത്തണേ കർത്താവേ. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ച് നിന്റെ വഴി എന്നെ കാണിക്കണേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണേ കർത്താവേ. നീ എന്നെ ഉപദേശിച്ച് ഞാൻ നടക്കേണ്ട
നടക്കേണ്ടുന്ന വഴിയിൽ നിന്റെ ദൃഷ്ടി എൻ്റെ മേൽ വെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തന്ന് എന്നെ നടത്തണേ കർത്താവേ. എൻ്റെ വൈരികൾക്ക് നേരെ നിന്റെ കരം തിരിയുവാൻ, എൻ്റെ ശുഭകാലം നിലനിൽക്കുവാൻ, മേൽത്തരമായ ഗോതമ്പും പാറയിൽ നിന്നുള്ള തേനും എൻ്റെ മേലുണ്ടാകുവാൻ നിന്റെ വഴിയിലേക്ക് എന്നെ തിരിക്കണേ കർത്താവേ.